അമുദമിൻ കയൽകളിലമർന്തമിൻ ഉഗമ സംഗയിനാലേ അറ്റമൊരു വക കുറ്റം മണവിട ദുറ്റനിലൈ ഒരു പോലെ നമ്മിൽ പിറന്തുള്ള പുരുടരുണ്ടുമെ ഇല്ലയതെങ്കിലും കാലേ നത്ത ജഹലോടൊരു തിരമന്യമേ പത്തിനികൾ മതിമേലേ മതിയണ്ടുരക്ക് ഞാൻ ഉഹുത്തുകളിൽ ഉന്നി ഇത് കനവണ്ട് ജഹലുറ്റൊരവനിൽ അധികം പിണങ്ങി ഞാൻ നിലത്തന്നിൽ അതപറ്റൊരു മൊഴി ഊരത്തിൽ അവർ എന്നെ സഭയിൽ വിധമേ കശികവെ സ്വബിരിടും കൗമൈ അവനോടൻ പകമൈ വതിയിൽ ഉന്നതും ജമ്പിടുമേ. ആ സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടെ വീടിനകത്ത് കഴിയുന്ന ആളുകളാണ്, പുറത്തേക്ക് ഇറങ്ങി വരാറില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ മോയിൻകുട്ടി വിദ്യാർത്ഥി ഉദാഹരണം പറഞ്ഞത് നമുക്കൊക്കെ അറിയാം. നമ്മുടെ വെള്ളക്കെട്ടുകളിൽ മത്സ്യങ്ങൾ വസിക്കാറുണ്ട്. ഈ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ ബിലാൽ എന്ന് പറഞ്ഞൊരു മത്സ്യമുണ്ട്. നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ പറഞ്ഞാൽ കണ്ണൻ എന്നൊക്കെ പറയും. ഏതാവട്ടെ, ആ മത്സ്യത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വെള്ളത്തിന്റെ നാല് പുറത്ത് ആരും ഇല്ല എങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പതുക്കെ പൊന്തി വന്ന് വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പാറി നിൽക്കും. ആരുമില്ലാതെ നിശബ്ദരായി നിൽക്കുക. അതിനുശേഷം ആരെങ്കിലും അവിടെ വരികയോ അല്ല വല്ല ശബ്ദം കേൾക്കുകയോ ചെയ്താൽ പെട്ടെന്ന് ആ മത്സ്യം ഒരൊറ്റ പോക്ക. നമുക്കൊക്കെ പരിചയമുണ്ടാവും. ഇതുപോലെ ഞങ്ങൾ ഈ ബനൂ ഹാഷിം കുടുംബത്തിലെ സ്ത്രീകൾ വളരെ അച്ചടക്കത്തിൽ നിൽക്കും. ആരെങ്കിലും പുരുഷന്മാരുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഞങ്ങൾ ഓടി അകത്തൊളിക്കും. അത്രയ്ക്കും അച്ചടക്കത്തിൽ യാതൊരു കുറ്റവും ചെയ്യാതെ ജീവിക്കുന്ന ഞങ്ങളെ പോലും അവൻ വെറുതെ വിട്ടില്ല. അങ്ങനെയല്ലേ ചെയ്തത്? ഇത് പറഞ്ഞപ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നാളെ ഞാൻ ചെന്നുകൊണ്ട് അതാ അവനോട് ചോദിക്കുന്നത്, പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ഇരവിലി പടിയനെ പാശക്കമിൽ സിരികളൊക്കെ നിണ്ടേ ഈണമതിൽ പിറിതാനി ദിനമതിൽ ഞാനും ഹറമിലെ ചെണ്ടേ കരിപാടി ചുളിമുഖമില്ലൂറ്റുള്ള ജഹലുമത്തലമുണ്ടേ കാലായനിൽ ഇത് വാളറുമതന ഓലായലുതണമെണ്ടേ പരസീയത്തിനില്ലത് നടത്തണം എന്നും ചിരിത്തുര പാടി പാശായന് ചെവിയേശി അധികമേ ദേശീയമേ ചൊടിക്കൂടി കരിശണത്തിൽ ഞാൻ അവനിൽ എത്തിടും പരിശതിർത്തവനോടി കാതീറുടെ പതി വീതി ഹറമിനുൾ ബാദിയിലൂടെ പുറം ചാടി